മൂലം കടങ്ങളുടെ പരിഹാരത്തിന് പാപമുള്ളവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ നന്ദി സ്വരാജ്യ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോനെ നാട്ടകസിച്ച് പറയണം. കുരിയലായിസോ കുരിയലായിസോ കുരിയലായിസോ. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരാധീനതയോട് ആക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്നും തന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവനിശ്ചിതമായിരിക്കുന്നല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമാനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ പൗരന്മാരിൽ തന്നെ ശരണപ്പെടുന്നു. കാരുണ്യവാനേ, ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങളോർക്കാതെ ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാനിത്വത്തിന് തീർക്കണമേ. തന്മൂലം സകലത്തിനും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിലനാമവും ഞങ്ങളുടെ കർത്താവേശുവിശിഹായുടെയും പരിശുദ്ധരുമായുടെയും നാമങ്ങളും സകലത്തിനും എന്നപോലെ ഇതിനാലും അധികരിക്കപ്പെടുകയും പൂഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ആ കാത്തൊരു പ്രാർത്ഥനയെ മുറുകിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ഭാവം ഞങ്ങളുടെ
എല്ലാവിധമായിരിക്കുന്ന പ്രമാണ ലേഖനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും അടിയങ്ങളോട് പൊറുക്കണമേ. വിധത്തിൽ ഞങ്ങളോട് തെറ്റിയത് ദിവസങ്ങളും ഞങ്ങൾക്ക് മോടുന്ന പരിഹാരമായിരിക്കണമേ. ഞങ്ങളങ്ങേക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീര വ്യക്തികൾ അനുഭവിക്കുവാനുള്ള ആ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ മക്കളെ തകരുന്നേണ്ടിയോടും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ അങ്ങേക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂമനാദ്യന്തവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വെടിപ്പുള്ളവർക്കും ഈ പരിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവോടുകൂടെ അമൂല്യങ്ങളായിരിക്കുന്ന മുഖാന്തരം ആയതിനെ സംരക്ഷിച്ച പരിശുദ്ധനായ നമ്മോടുകൂടെ ഉണ്ടാകാനിരിക്കുന്നതുമായ സകലരെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധമായ നമ്മോടുകൂടെ നമ്മുടെ കർത്താവിന്റെ നാമം ആദ്യം മുതലെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Asamayo
വലിയച്ഛൻ, ഇച്ചിക്കോട്ടിൽ എത്രയും ബഹുമാനപ്പെട്ട സെക്രട്ടറിയാച്ചൻ, ചങ്ങനാട്ടുവഴി എത്രയും ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, നമ്മുടെ വാത്സല്യ മക്കളായ പ്രിയപ്പെട്ട സ്മാശന്മാരെ, ഇന്നേ ദിവസത്തെ ഈ ആരാധന അനുഗ്രഹമാക്കി തീർക്കുവാനും അനുഭവയോഗ്യമാക്കി തീർക്കുവാനും തക്കവണ്ണം കടന്നു വന്നിട്ടുള്ള നമ്മുടെ ആത്മീയ വാത്സല്യ ഭാജനങ്ങളായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ വലിയ നാമത്തെ പ്രതി യാതൊന്നും തന്നെ പിന്തിരിപ്പിക്കാതെ 93 വൃദ്ധതയിലും മലകരയിലേക്ക് എഴുന്നള്ളി ഇന്നേക്ക് 324 വർഷം മുമ്പ് നമ്മെ സത്യവിശ്വാസത്തിൽ നിലനിർത്തുവാനായി എഴുന്നള്ളി വന്ന് 13 ദിവസം ഈ പരിശുദ്ധ സഭയിൽ ജീവിച്ച് തൻ്റെ ശരീരത്തെ മണ്ണോട് അലിയിപ്പിച്ച് നമുക്ക് വലിയ മധ്യസ്ഥനായി തീർന്നിരിക്കുന്ന മഹാപരിശുദ്ധനായ കവറടങ്ങിയിരിക്കുന്ന ബാസേലിയോസ് എൽദോബാവായുടെ അനുഗ്രഹീതമായ ഓർമ്മ ദിവസമാണ് ഇത്. സ്നേഹമുള്ളിടത്താണ് ദാനത്തിൻ്റെ ധാരാളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാനിങ്ങനെ ഓർത്തു പോവുകയായിരുന്നു, ഇപ്പോൾ ഒരു കുഞ്ഞിന് ഒരു അസുഖമുണ്ടായി എന്നിരിക്കട്ടെ, പലരും സ്നേഹം ബന്ധപ്പെട്ടവരൊക്കെ അതിനെ കാണുവാനായിട്ട് ചെല്ലും, പ്രാർത്ഥിച്ച് അതിനെ കണ്ട് മാതാപിതാക്കളെയൊക്കെ ആശ്വസിപ്പിച്ച് അവർ തിരിച്ചു പോയി. എന്നാൽ ആ കുഞ്ഞിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് രോഗവിമുക്തി പ്രാപിക്കുന്നത് വരെ അവൾ ഉറക്കിളച്ച് ആ കുഞ്ഞിൻ്റെ അടുത്തിരിക്കും. ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത്. പരിശുദ്ധനായ ബാവ 93 വൃദ്ധതയിൽ ഇന്നേക്ക് 324 വർഷം മുമ്പ് ഈ ദേശത്തേക്ക് എഴുന്നള്ളിയപ്പോൾ അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നത് സ്നേഹം മാത്രമാണ്. തൻ്റെ അജഗണങ്ങൾ, തൻ്റെ ആടുകൾ സത്യത്തിൽ നിന്ന് നിലനിൽക്കുവാനും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹ അവർക്ക് ഉപദേശിച്ചു നൽകിയ ആ അനുഗ്രഹീത ഉപദേശത്തിൽ നിലനിൽക്കുവാനും തക്കവണ്ണം വഴിതെറ്റിപ്പോകാതിരിക്കുവാനുള്ള അഭിനിവേശം തൻ്റെ നമ്മുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. വാത്സല്യ സഹോദരങ്ങളെ, ഞാനിങ്ങനെ ഓർത്തു പോവുകയായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ, അമ്മയുടെ അപ്പൻ, ഞാൻ വടക്കേ ഇന്ത്യയിൽ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും അവധിക്ക് നാട്ടിൽ വരുമ്പോൾ 94 വയസ്സായ ആ പിതാവ് എന്നെ കാണുവാനായിട്ട് 3.5 കിലോമീറ്റർ നടന്ന് എൻ്റെ അടുത്ത് വരും. ഞാൻ വന്നു എന്ന് കേട്ടാൽ ഉടനെ തന്നെ അവിടെ വരും. എൻ്റെ പെട്ടുപൊട്ടിക്കണ കാണാനല്ല, എന്നിൽ നിന്നൊന്നും പ്രാപിക്കാനുമല്ല, പക്ഷെങ്കിൽ പിതാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ കൊച്ചുമകനെ കാണാനായിട്ടുള്ള അഭിനിവേശം, ആ സ്നേഹമാണ് അദ്ദേഹത്തെ അവർ നടത്തിക്കൊണ്ടുപോകുന്നത്. എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ മരണസമയത്ത് മോനടുത്ത് വേണം എന്ന് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു.
പക്ഷെ എങ്കിൽ അതൊരിക്കലും സാധിക്കുകയില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അതൊക്കെ ദൈവേഷ്ടപ്രകാരം നടക്കട്ടെ അപ്പ എന്ന് പറയുമ്പോഴും അതൊരിക്കലും നടക്കുകയില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെങ്കിൽ ഞാൻ ഉത്തരേന്ത്യയിലെ ശുശ്രൂഷ നിന്ന് നാട്ടിൽ വരുമ്പോൾ 96-ാമത്തെ വയസ്സിൽ അദ്ദേഹം അല്പം രോഗമായി ഹോസ്പിറ്റലിൽ ആക്കി 3 ദിവസം എൻ്റെ അനുജനും മറ്റ് കുഞ്ഞുങ്ങളുമൊക്കെ അവിടെ രാത്രി പകലുമായിട്ട് വന്നു. 4-ാമത്തെ ദിവസം എൻ്റെ അനുജൻ്റെ ഊഴമായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, മോനെ നിനക്ക് നാളെ ജോലിക്ക് പോകാനുള്ളതല്ലേ, ഇന്ന് ഞാൻ പോയി അപ്പൻ്റെ അടുത്ത് നിന്നോളാം. ഞാനന്ന് രാത്രി അപ്പൻ്റെ അടുത്ത് നിൽക്കാൻ പോയി. രാത്രി അല്പ വിഷമമുണ്ടായി. എൻ്റെ വടിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ആ സ്വർഗയാത്ര ആരംഭിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, വാത്സല്യ മക്കളെ, സ്നേഹമുള്ളിടത്ത് കാണുന്ന ദാനത്തിൻ്റെ ധാരാളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പുണ്യവാനായ പരിശുദ്ധനായ ബാവായുടെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഓർമ്മദിനത്തിൽ നമ്മുടെ ഈ വാത്സല്യ മക്കളായ ആട്ടിൻകുന്ന് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയിൽപ്പെട്ട പള്ളിപ്ലാവിൽ ശ്രീ വി വി പൗലൂസിന്റെയും ശ്രീമതി ഏരിയാമ്മ പൗലൂസിന്റെയും മകൻ പ്രിൻസ് എന്ന് വിളിക്കുന്ന ഗീവർഗീസ് ശമാശിനെയും ഇടയാർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയിൽപ്പെട്ട മുളഞ്ഞാമറ്റത്തിൽ ശ്രീ ഡാനിയലിന്റെയും ശ്രീമതി മേരി ഡാനിയലിന്റെയും മകൻ റോബിൻ എന്ന് വിളിക്കുന്ന അത്തായ ശമാശിനെയും സർവശക്തനായ ദൈവത്തിന്റെ കൃപയാൽ കശിഷ സ്ഥാനത്തേക്ക് വേർതിരിക്കുകയാണ്. ഈ അനുഗ്രഹീത നിമിഷത്തിൽ ഈ വലിയ നൽവന് നമുക്കായി നൽകി നമ്മെ അനുഗ്രഹിച്ച കാലം ചെയ്ത പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവായെയും ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷനായിരുന്ന 4 ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ പരിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്ന പിതാക്കന്മാരുടെ പിതാവും ഇടയന്മാരുടെയുമായ മൊറാൻ സഖാപ്രഥമൻ ബാവായെയും പരിശുദ്ധ പിതാവിന്റെ അനുസരണത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായ